ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സ്വന്തം ക്ലബിനെതിരെയും മാനേജ്മെന്റിനെതിരെയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഫുട്ബോൾ ലോകത്ത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത്രയും ഗതികെട്ടാൽ മാത്രമാണ് ആരാധകർ സ്വന്തം ക്ലബിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്താറുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഈ സീസണിൽ അത് നടന്നിരുന്നു. മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള എല്ലാവരും രംഗത്തിറങ്ങിക്കൊണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ നടത്തിയിരുന്നത്. അതിന്റെ ഫലമായിക്കൊണ്ട് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അതേ വഴിയിലൂടെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകരും സഞ്ചരിക്കുന്നത്. അതായത് ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് സ്വന്തം ക്ലബിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരുപാട് ട്വീറ്റുകൾ നമുക്ക് എക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിന്റെ ഒരു ആരാധകൻ ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എത്ര കാലം നമ്മൾ ഇങ്ങനെ തുടരും? നമ്മുടെ ക്ലബിനെ ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആരാധകർ ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സമയമായി. എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു ഈസ്റ്റ് ബംഗാൾ ആരാധകൻ എക്സിൽ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ കമന്റ് ബോക്സിൽ ചില അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. അതായത് അടുത്ത മത്സരത്തിന് മുന്നേ ഒരു വലിയ ടിഫോ ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ പ്രദർശിപ്പിക്കണം എന്നാണ് മറ്റൊരു ഈസ്റ്റ് ബംഗാൾ ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആരാധകരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടിഫോകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ്. നേരത്തെ മുംബൈ സിറ്റിയുടെ ആരാധകർ പീറ്റർ ക്രാറ്റ്കിയെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ചെന്നൈയിൻ FC ആരാധകർ ഓവൻ കോയലിനെതിരെയും മാനേജ്മെന്റിനെതിരെയും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.